പശ്ചിമേഷ്യയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ ഒരു സമാധാന കരാറിലേക്ക് അടുക്കുന്നതിനിടെ ഇറാന്റെ ഭരണതലപ്പത്ത് കടുത്ത ആഭ്യന്തര തർക്കങ്ങൾ പുകയുകയാണ്. അമേരിക്കയുമായുള്ള സമാധാന കരാറിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തതയില്ലാത്ത പോസ്റ്റുകൾ പങ്കുവച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയെ കടുത്ത ഭാഷയിൽ കടന്നാക്രമിച്ച് ഇറാനിലെ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രിയുടെ അശ്രദ്ധമായ പ്രതികരണങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാനെ പരസ്യമായി കുറ്റപ്പെടുത്താൻ അവസരമൊരുക്കുകയെന്നാണ് മാധ്യമങ്ങളുടെ പ്രധാന വിമർശനം. അമേരിക്കയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്ക് വിരാമമിട്ട ഒരു ഒത്തുതീർപ്പ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നുവെന്ന സൂചനകൾ ശക്തമാക്കുന്നതിനിടെയാണ് നയതന്ത്ര തലത്തിൽ വലിയൊരു സോഷ്യൽ മീഡിയ യുദ്ധം അരങ്ങേറിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി സംഭവവികാസങ്ങൾ ഇങ്ങനെയാണ്. ഇറാൻ മാധ്യമങ്ങളിൽ കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്തെത്തിയത്. US-ഉമായുള്ള സമാന ചർച്ചകൾക്ക് മുൻപൊരിക്കലും ഇരു രാജ്യങ്ങളും ഒരു കരാറിലേക്കും ഇത്ര തൊട്ടടുത്ത് എത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി എക്സിൽ കുറിച്ചു. മൂന്നാം കക്ഷിയായ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ചുണ്ടായ ധാരണകൾ അതിന്റെ പൂർത്തീകരണത്തോട് എക്കാലത്തേക്കാളും ഏറെ അടുത്തു നിൽക്കുന്നതാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ കരാർ ഔദ്യോഗികമായി അന്തിമ രൂപത്തിലാകുന്നതുവരെ മാധ്യമങ്ങൾ ഇതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളും വ്യക്തതയില്ലാത്ത വാർത്തകളും പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇറാൻ എപ്പോഴും സുതാര്യമായ സമീപനമാണ് ഉള്ളതെന്നും വിവരങ്ങൾ യഥാസമയം പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് അനുകൂലമായ ആയുധമാക്കുകയായിരുന്നു. അബ്ബാസ് അരഗ്ചി എക്സിൽ പങ്കുവച്ച കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്കകം തന്നെ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. എന്നാൽ ഇതോടൊപ്പം ഇറാനിയൻ മാധ്യമങ്ങളിൽ വന്ന കരാറിലെ വിശദാംശങ്ങളെ ട്രംപ് കടുത്ത ഭാഷയിൽ തള്ളിക്കളയുകയും ചെയ്തു. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിലെ വസ്തുതകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ ലിഖിതമായി അംഗീകരിച്ചിട്ടുള്ള ധാരണകളുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ട്രംപ് പരസ്യമായി വ്യക്തമാക്കിയത്. ട്രംപിന്റെ ഈ പ്രതികരണത്തോടെ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ അശ്രദ്ധമായ പോസ്റ്റാണ് അമേരിക്കയ്ക്ക് ഇറാനെ പൊതുവേദിയിൽ കുറ്റപ്പെടുത്താൻ അവസരമൊരുക്കി കൊടുത്തത് എന്ന ആക്ഷേപം ശക്തമായി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ സോഷ്യൽ മീഡിയ ഇടപാടുകൾ കേവലം ഒരു തർക്കത്തിനപ്പുറം രാജ്യത്തിനകത്ത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് വഴി തുറന്നിരിക്കുന്നത്. വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധ രാജ്യത്തിന്റെ നയതന്ത്ര താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ഒന്നടങ്കം ആരോപിക്കുന്നു. വിവാദ പോസ്റ്റിലൂടെ മന്ത്രി മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് പത്രങ്ങൾ വിമർശിക്കുന്നു. US-ഉമായുള്ള സമാധാന കരാർ സംബന്ധിച്ച് അർത്ഥവ്യക്തതയില്ലാത്ത പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ട് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ശ്രമിച്ചതെന്നാണ് മാധ്യമങ്ങളുടെ പ്രധാന ആക്ഷേപം. കരാറിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഭരണകൂടത്തെയും രാജ്യത്തെയും പ്രതിരോധത്തിൽ കടുത്ത ചോദ്യങ്ങളെയാണ് മാധ്യമങ്ങൾ മന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. വിദേശകാര്യമന്ത്രിയുടെ ഈ നീക്കം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാനെ പരസ്യമായി കടന്നാക്രമിക്കാൻ കൃത്യമായ അവസരമൊരുക്കി കൊടുത്തുവെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ അബ്ബാസ് അരഗ്ചി ട്രംപിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാനാണോ ശ്രമിക്കുന്നതെന്ന കടുത്ത ചോദ്യം ഇറാനിലെ പ്രമുഖ മാധ്യമങ്ങൾ പരസ്യമായി ഉന്നയിച്ചു. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത രീതിയിലുള്ള കടന്നാക്രമണം ഉണ്ടായതോടെ നിലപാട് വിശദീകരിക്കാൻ മന്ത്രി നിർബന്ധിതനായി. എന്നാൽ ഈ ആഭ്യന്തര വിമർശനങ്ങൾ ശക്തമായതോടെ വ്യക്തമായ മറുപടിയുമായി വിദേശകാര്യമന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള കരാർ പൂർണ്ണമായും രാജ്യത്തെ സുപ്രീം നാഷണൽ കൗൺസിലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് മുന്നോട്ട് പോകുന്നതെന്ന് അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും സംഭവിക്കില്ലെന്നും കൃത്യമായ സമയത്ത് എല്ലാ വിവരങ്ങളും സുതാര്യമായി പൊതുജനങ്ങളുമായും പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കരാറിന്റെ വിശദാംശങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അസ്വാരസ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ ഔദ്യോഗികമായി ആണവായുധം നിർമ്മിക്കില്ലെന്നും പകരം ഇറാനുമേലുള്ള ഉപരോധങ്ങൾ അമേരിക്ക നീക്കുമെന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ. മരവിപ്പിച്ച ഫണ്ടുകൾ തിരികെ നൽകുന്നത് ഉൾപ്പെടെ വൻ തുക അമേരിക്ക ഇറാന് നൽകേണ്ടി വരും. എന്നാൽ ഇറാന്റെ മെഹ്റൻ ഏജൻസി പുറത്തുവിട്ട പട്ടികയിൽ ഇസ്രായേലിന് ഒട്ടും സുഖകരമല്ലാത്ത വിവരങ്ങളാണുള്ളത്. ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചോ മേഖലയിലെ മറ്റു സായുധ സംഘങ്ങൾ ഇറാൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചോ US-ഉമായുള്ള ചർച്ചകളിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് പോലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ ഇറാൻ തയ്യാറാകില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചില വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കങ്ങളും മാധ്യമങ്ങളും തമ്മിലുള്ള വാക്പോരുകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഉടൻ തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയേക്കുമെന്ന പ്രതീക്ഷയാണ് ശക്തമാകുന്നത്. ആഭ്യന്തര മാധ്യമങ്ങളുടെ കടുത്ത എതിർപ്പുകളെ മറികടന്ന് വിദേശകാര്യമന്ത്രിക്ക് ഒരു കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.